പാടത്ത് വിത്ത് പാകണ ദിവസമാണെന്ന്. ഹായ്, ഞാൻ ബൈജു. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഞാൻ ഈ പേജിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഞാറ്റുകണ്ടം വെട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. നിങ്ങൾ ഈ കാണുന്ന ഭാഗം മൊത്തം കൊത്തി നിരപ്പാക്കാനുള്ള ടാസ്ക്കാണ് അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, കൈക്കോട്ടെടുത്ത് പണി തുടങ്ങി. അച്ഛൻ്റെ അത്ര അല്ലെങ്കിലും ചെറിയൊരു കർഷകനാണ് ഞാനും. അങ്ങനെ രണ്ടുപേരും കൂടി വരമ്പ് വൃത്തിയാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തത് കാക്ക ജനിക്ക് പോലെ ഉണ്ട്. കുളത്തിൽ നിന്ന് ഞാറ്റുകണ്ടത്തിലേക്ക് വെള്ളം കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലാണ് ആശാൻ. വെള്ളം വരുന്നുണ്ടോ ഇല്ലയോ, പ്ലാനിങ് മസ്റ്റാണ്. എന്നെ കൊത്തി നിരപ്പാക്കുന്ന പണി ഏൽപ്പിച്ചിട്ട് ആള് സീമക്കൊന്നെന്റെ കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാറ്റുകണ്ടത്തിൽ ചെരുപ്പിട്ട് ഇറങ്ങി പറഞ്ഞിട്ട് കുറച്ച് ചീത്തയും കിട്ടി. എന്റെ പണി അത്ര ഇഷ്ടപ്പെടാണ്ട് അച്ഛനും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എന്നെക്കാളൊക്കെ പ്രായം കൂടിയ വീട്ടിലെ കക്കോട്ടാണ്. പണിയൊന്നും ഒതുങ്ങിയപ്പോ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ ഇതാ നടന്നു പോണ്ട് മെല്ലെ. പന്നിശല്യം കുറയ്ക്കാനാണ് ഈ പച്ചനെറ്റ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. എന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നെൽകൃഷി ഒഴിച്ച് ബാക്കി എല്ലാ കൃഷിനോടും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ചെറുകിട കർഷകർക്ക് നെൽകൃഷി ഒട്ടും ലാഭകരമല്ല. അതുമാത്രമല്ല, സപ്ലൈകോയിൽ നെല്ലളന്ന പൈസ കിട്ടാൻ തന്നെ 2 മുതൽ 3 മാസം വരെ എടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം.